ക്രിസ്ത്യൻ സമൂഹത്തെ നിരന്തരമായി ക്രൂരമായി കൊന്നൊടുക്കുകയും തട്ടിക്കൊണ്ടുപോയി വിലപേശുകയും ചെയ്യുന്ന നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭീഷണിയെ നേരിടാൻ അമേരിക്കൻ സൈന്യം സർവ്വസന്നാഹവുമായി നൈജീരിയയിലെത്തി. തുടർച്ചയായ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിന് പിന്നാലെ ക്രിസ്തുമസ് ദിനത്തിൽ അമേരിക്ക നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം കരയിലൂടെയുള്ള സൈനിക നീക്കത്തിനായുള്ള US സേനയുടെ ആദ്യ നടപടിയാണിതെന്ന് US ആഫ്രിക്കൻ കമാൻഡിന്റെ ചുമതലയുള്ള സൈനിക മേധാവി പറഞ്ഞു. നൈജീരിയൻ സൈന്യത്തോടൊപ്പം ചേർന്നായിരിക്കും പ്രവർത്തനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിസംബറിൽ നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ലക്ഷ്യങ്ങളിൽ വ്യോമാക്രമണം നടത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതിനെ തുടർന്ന് കനത്ത തിരിച്ചടിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നേരിടേണ്ടി വന്നത്. തുടർന്ന് രാജ്യത്ത് കൂടുതൽ US സൈനിക നടപടി ഉണ്ടായേക്കാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. നവംബർ അവസാനം മുതൽ ഘാനയിൽ നിന്ന് US നൈജീരിയയ്ക്ക് മുകളിലൂടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പശ്ചിമാഫ്രിക്കയിലെ തീവ്രവാദ ഭീഷണിയെ ചെറുക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചതിനെ തുടർന്നാണ് US സംഘത്തെ അയച്ചതെന്ന് സൈനിക മേധാവി പറഞ്ഞു. വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിൽ പശ്ചിമാഫ്രിക്കൻ രാഷ്ട്രമായി നൈജീരിയ പരാജയപ്പെട്ടുവെന്ന് പ്രസിഡന്റ് ട്രംപ് ആരോപിച്ചതിനെ തുടർന്ന് നടപടിയെടുക്കാൻ അമേരിക്കയിൽ നിന്ന് നൈജീരിയയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.